വൈവിധ്യങ്ങൾ കുരുന്നു ഭാവനയിൽ വിരിഞ്ഞതിന്റെ നേർക്കാഴ്ചയായി കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ പാരിസ്ഥിതിക ചിത്ര പ്രദർശനം. പാരിസ്ഥിതികം പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾ വരച്ച പ്രകൃതി ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആരംഭിച്ചത്. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളുടെ പ്രദർശനത്തിനാണ് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായത്. പ്രദർശനം 5 ദിവസം നീണ്ടു നിൽക്കും. സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ അനുപമമായ ഭംഗിയും വിളിച്ചോതുന്ന ചിത്രങ്ങളോടൊപ്പം മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കയ്യേറ്റങ്ങളും കടന്നുകയറ്റങ്ങളെക്കുറിച്ചുമെല്ലാമുള്ള വരും തലമുറയുടെ ആദിയും ജലച്ചായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി വിദ്യാർത്ഥികൾ വരച്ചു കാട്ടിയപ്പോൾ അത് വേറിട്ട കാഴ്ചകളിലൊന്നായി മാറി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചനാ മത്സരത്തിലെ സമ്മാനാർഹമായതും തിരഞ്ഞെടുത്തതുമായ 62 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 2 മാസം മുൻപ് നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 190ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇതിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് 62 ചിത്രങ്ങൾ. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും ഉറൂബിന്റെ മകനുമായ E. സുധാകരൻ നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PN ഉദയഭാനു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജൈവ കർഷക കൂട്ടായ്മ ചെയർമാൻ CP അബ്ദുറഹിമാൻ, ജിഷി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാരിസ്ഥിതികം പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, കൊല്ലറക്കൽ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 7 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം അഡ്വക്കേറ്റ് K. ജയന്ത് MLA നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.